ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്വീൻ ഓഫ് ടേസ്റ്റി ആൻഡ് ടിപ്സ് എന്ന നമ്മുടെ ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്വീറ്റ് റെസിപ്പിയുമായിട്ടാണ്. ചക്കപ്പഴം വെച്ച് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള ഈ ഒരു സ്വീറ്റ് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഒരു സ്വീറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് വരിക്കച്ചക്കയുടെ പഴമാണ്. ഞാനിവിടെ ഒരു 20 ചക്കച്ചുളയാണ് ഇതുപോലെ അതിൻ്റെ കുരുവും ചകിണിയും ഒക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം. ചക്കപ്പഴം ഞാനിവിടെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒട്ടും തന്നെ കഷ്ണങ്ങളൊന്നുമില്ലാതെ നല്ല പേസ്റ്റ് പോലെ തന്നെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇതിനി നമുക്ക് മാറ്റിവെക്കാം. അടുത്തതായിട്ട് നമുക്കിനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് കോൺഫ്ലവറാണ് വേണ്ടത്. അത് നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ കോൺഫ്ലവർ ഒന്ന് കലക്കിയെടുക്കണം. അതിനായി ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്നും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊരു സ്പൂൺ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ കോൺഫ്ലവർ ഇതുപോലെ തന്നെ ഒട്ടും തന്നെ കട്ടയില്ലാതെ ഞാൻ കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ച് വെച്ചിരിക്കുന്ന ചക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കോൺഫ്ലവർ കലക്കിയതിൻ്റെ ബാക്കിയുള്ള ആ വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചതൊന്ന് നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കാം. അങ്ങനെ കോൺഫ്ലവറും ചക്കപ്പഴവും കൂടി നല്ലതുപോലെ കലക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടിതെല്ലാം കൂടി നല്ലതുപോലെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ചക്കപ്പഴവും കോൺഫ്ലവറും പഞ്ചസാരയും എല്ലാം കൂടി ഞാൻ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചക്കപ്പഴം കൊണ്ടുള്ള ഈ ഒരു സ്വീറ്റ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് അല്പം ഓയിലോ അതുപോലെ തന്നെ വെളിച്ചെണ്ണയോ ഒന്ന് തടവി കൊടുക്കാം. എന്നിട്ടിത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ഒരു സ്വീറ്റ് തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓണാക്കി ഒട്ടും തന്നെ താമസിക്കാതെ തന്നെ ഒരു സ്പാച്ചിൽ ഉപയോഗിച്ച് നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇതിൽ കോൺഫ്ലവർ ചേർത്തത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇത് കുറുകി കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കൈയെടുക്കാതെ ഇതുപോലെയൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോഴിതാ ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇത് അത്യാവശ്യം നല്ലതുപോലെ കട്ടിയായി നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരുപാട് നെയ്യുടെയൊന്നും ആവശ്യമില്ല. ആകെപ്പാടെ ഞാൻ 1 ടീസ്പൂൺ നെയ്യേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ടിത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ പാനിൽ നിന്നും വിട്ട് വരുന്ന ഒരു പരുവം വരെ നമുക്ക് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കാം. ഇപ്പോഴിത് ഞാൻ ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഒരു 20 മിനിറ്റോളമായിട്ടുണ്ട്. അത്യാവശ്യം ഇത് നല്ലതുപോലെ തന്നെ പാനിൽ നിന്നും വിട്ട് വരുന്ന ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു പാത്രത്തിലേക്ക് നമുക്കിത് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ സെറ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു നെയ്യിൽ മുക്കിയ ഒരു സ്പൂണ് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് നമുക്കിത് നല്ലതുപോലെ സെറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റിവെക്കാം. ഇപ്പോഴിതാ 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നല്ലതുപോലെ തന്നെ ഈ സ്വീറ്റ് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ റോൾ ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ചക്ക കൊണ്ട് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള ഈ ഒരു സ്വീറ്റ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അതിന് ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പുതിയൊരു വീഡിയോ വരുന്നവരെ താങ്ക്